നമസ്കാരം, ഞാൻ ഹരിപ്പാട് KS പണിക്കർ. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ മരണശേഷം ഒരു വ്യക്തിക്ക്, അതായത് ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്ന ലോകത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ലോകത്തിൽ ജന്മജന്മാന്തരങ്ങളായി സുഹൃതം ചെയ്തു വന്ന ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തിയിൽ എത്തുമ്പോൾ കിട്ടുന്ന ഗതിയാണ് ദേവയാനം എന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞതിനകത്ത് പറഞ്ഞു. അടുത്തത്, യജ്ഞാദി കർമ്മങ്ങൾ ചെയ്ത് ഒരു വ്യക്തി ഇഹലോക പരലോക സുഖം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാനധർമാദികൾ ചെയ്ത് യജ്ഞങ്ങൾ ചെയ്ത് തനിക്ക് ഇവിടെ നിന്ന് പോയാലും ഇതേ സുഖം അനുഭവിക്കണമെന്നുള്ള രീതിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിന് ഫലമുണ്ടെന്നാണ് പിതൃയാനത്തിൽ കൂടി നാം ധരിക്കേണ്ടത്. പിതൃയാനത്തിൽ പറയുന്നത്, ഉപനിഷത്ത് പറയുന്നത്, ഒരു വ്യക്തി ഈ പറയുന്ന പുണ്യകർമാദികളെല്ലാം ചെയ്തതിന് ശേഷം ആ വ്യക്തി ധൂമമാർഗത്തിലൂടെ സ്വർഗലോകത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പം സ്വർഗലോകത്ത് എത്തിച്ചേരുന്ന ഒരു ശരീരത്തിന്, ഒരു ശരീരമില്ലാത്ത ഒരവസ്ഥയുടെ ആത്മാവ് അവിടെ എത്തിച്ചേരുമ്പോൾ അതിന് സുഖഭോഗങ്ങൾ എങ്ങനെ മുഴുകാൻ പറ്റും എന്നൊരു ചോദ്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ശരീരമില്ലെങ്കിൽ എങ്ങനെ സുഖം കിട്ടും എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം പ്രസക്തമാണ്, നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്. അതുകൂടെ ഞാൻ തീർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ സുഖഭോഗത്തിനനുസരിച്ച് ജലമയമായ ഒരു ശരീരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉപനിഷത്ത് പറയുന്നുണ്ട്. ഈ ജലമയമായ ശരീരത്തിൽ കൂടി എന്തെല്ലാമാണോ നമ്മൾ ഭൂലോകത്ത് സുഖം തേടിയിരുന്നത് ആ സുഖങ്ങളെല്ലാം അവിടെ അനുഭവിക്കാൻ പറ്റും എന്നും പറയുന്നുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് കർമ്മയോഗി ശരീരത്തോടു കൂടി പരലോകത്ത് ജന്മമെടുക്കുമെന്ന് പറയുന്നു. കർമ്മയോഗി എന്ന് പറയും ശരീരത്തോടു കൂടി എന്നോട് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതാണ്, ശരീരം വിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അവിടെയും ഒരു ശരീരം സിദ്ധിക്കുന്നു എന്ന് പറയുന്നു. ഏതൊരു വഴിക്കാണോ മരണാനന്തരം ഇപ്രകാരമുള്ളവർ ഉപയുക്ത സ്ഥാനത്തേക്ക് പോകുന്നത് അതിനെയാണ് പിതൃയാനമെന്ന് പറയുന്നത്. ഇങ്ങനെ എത്തിച്ചേരുന്ന ഇടമാണ് ചന്ദ്രലോകം എന്ന് പറയും. ആഹ്ലാദപ്രദമായ ഇടം എന്നാണ് ഈ ചന്ദ്രലോകത്തിൻ്റെ അർത്ഥം. പിതൃയാനത്തിൻ്റെ ക്രമം ഇപ്രകാരമാണ്. ആദ്യത്തേത് ധൂമത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്, പ്രകാശമില്ലാത്ത തലത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആദ്യത്തേത് പ്രകാശമുള്ള തലങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. അതാണ് സൂര്യരശ്മിയിൽ കൂടി സഞ്ചരിക്കുന്നു പറയും. അവിടുത്തെ സൂര്യരശ്മിക്ക് ശീതളതയാണ്, അത് വ്യക്തമായിട്ട് ധരിക്കണം. നമുക്ക് കിട്ടുന്ന ചൂടല്ല അവിടെ കിട്ടുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് ധരിക്കണം. ഇവിടെ പ്രകാശമില്ലാത്ത തലത്തിൽ കൂടിയാണ്, പ്രകാശം വളരെ കുറഞ്ഞ തലത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആദ്യത്തെ ധൂമത്തിൽ അല്പപ്രകാശം നൽകുന്നു. ധൂമമാർഗത്തിലെ ആദ്യത്തേത് അല്പപ്രകാശം നൽകുന്നതാണ് ആദ്യത്തെ സഞ്ചാരത്തിൻ്റെ ആദ്യത്തെ ഗതി. രണ്ടാമത്തേത് രാത്രിയ ദശ എന്ന് പറയും. അതായത് അല്പം കൂടി പ്രകാശദായകം ധൂമത്തിനേക്കാൾ ഉണ്ടാവും. ഇതിനെയാണ് രാത്രി ദശ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ദശ എന്ന് പറയുന്നത് കൃഷ്ണപക്ഷീയ ദശ എന്നാണ്. പക്ഷകാലത്ത് നിങ്ങൾക്കറിയാം, ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും ഉണ്ട്. ഇതിൽ കൃഷ്ണപക്ഷം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. പക്ഷെ അപ്പോഴും അവിടെ ഒരു ചെറിയ പ്രകാശം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പ്രകാശം അതിലും കൂടും, അല്പം കൂടി പ്രകാശം കൂടിയാണ് സഞ്ചരിക്കുന്നത്. നാലാമത്തേത് ഷൺമാസിയം. ഷൺമാസിയം എന്ന് പറഞ്ഞാൽ മാസം കുറെ കൂടി പ്രകാശമുള്ള, അതായത് ഷൺമാസിയത്തിൽ കുറെ കൂടി പ്രകാശമുള്ള ഒരു തലത്തിലേക്കാണ് ഷൺമാസിയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ആത്മാവിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം. ഒരു ആത്മാവ് ഇവിടെ നിന്നും പോകുമ്പോൾ ആദ്യം ധൂമദശയിൽ ഇരുട്ടിലേക്ക് കടന്നതിന് ശേഷം ആത്മാവ് പ്രകാശത്തിൽ കൂടി സഞ്ചരിച്ചു പോകുന്ന ഒന്ന് ചിന്തിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇത് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഇട്ടതാണെന്ന് വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. അല്ലാതെ കേട്ട് കഴിഞ്ഞാൽ കെട്ടുകഥ പോലെ ഇരിക്കുമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അഞ്ചാമത്തെ പൈതൃക ദശയാണ്. അന്ധകാരം ഉണ്ടെങ്കിലും പ്രകാശം ഉള്ളതെന്നാണ് ഈ ദശയ്ക്ക് പറയുന്നത്. അപ്പോൾ പ്രകാശം അല്പം കൂടി വന്നു. ആറാമത്തെ ദശയാണ് ആകാശീയം, അതായത് പൈതൃക ദശയേക്കാൾ പ്രകാശമുള്ളത് എന്ന് പറയപ്പെടുന്നു. ഏഴാമത്തെ ദശയാണ് ചന്ദ്രലോകം എന്ന് പറയുന്നത്. അപ്പോൾ എത്തി ഏഴാമത്തെ ദശ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ടൊന്നും എത്തത്തില്ല. നമ്മൾ പറയുന്ന സമയമല്ല ഇവിടുത്തെ സമയമെന്ന് വ്യക്തമായിട്ട് ധരിക്കണം എല്ലാ കാര്യത്തിനും. ഇപ്പം ഇവിടെ നമ്മൾ ജീവിച്ച ജീവിത രീതിയിലേക്ക് അങ്ങോട്ട് ചിന്തിക്കാനേ പാടില്ല.
അവിടെ ശരീരം കിട്ടും എന്ന് പറയുന്നതിനകത്തിലും സുഖമാണെന്ന് പറയുമ്പോഴും അവിടുത്തെ സമയവും മറ്റു ക്രമങ്ങളെല്ലാം വ്യത്യസ്തമാണെന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. അതിന് ആപേക്ഷിത ഉൽപ്പത്തി സ്ഥാനം എന്നും കൂടി പറയുന്നുണ്ട്. ഇവിടെ സ്വർഗം ആണ് എന്ന് പറയുന്നത്, അതായത് ഇതിന് സ്വർഗത്തിൻ്റെ തലമാണെന്ന് പറയുന്നു. അവിടെ സോമരാജനുണ്ടെന്ന് പറയുന്നു. അവിടെ ഭക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കാറുണ്ട്. നമുക്കെപ്പോഴും ഭക്ഷണമാണല്ലോ. അന്നമാണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അന്നമാണ്. അതായത് ദേവതകളുടെ ഭോഗ്യവസ്തുവായ അന്നമാണ് ഈ സോമരാജൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിക്കുന്ന ചോറാണെന്നോ അല്ലെങ്കിൽ മില്ലറ്റ് ആണെന്നോ ഒന്നും ധരിക്കരുത്. അത് വേറെ എന്തോ ഒരു സാധനമാണെന്നാണ് ഈ സോമരാജനെ പറയുന്നത്. ദേവതയ്ക്ക് വിദ്വാൻ എന്നാണ് അർത്ഥം. അന്നം എല്ലാ ഉപഭോഗ വസ്തുവിൻ്റെയും പേരാണ് എന്നാണ്, അതായത് എല്ലാ ഉപഭോഗ വസ്തുവിൻ്റെയും പേരാണ് അന്നമെന്ന് പറയുന്നത്. ഭക്ഷിക്കുന്നു എന്ന സ്ഥൂലാർത്ഥം ശരിയാവുകയില്ല. നാം ഉദ്ദേശിക്കുന്ന പോലെ കൈകൊണ്ടെടുത്ത് ഭക്ഷിക്കുന്നു എന്നുള്ളത്, ചോറ് വിളമ്പി പാത്രത്തിൽ കൊണ്ടുവച്ച് ഭക്ഷിക്കുന്നു എന്നുള്ളത് ഇവിടെ ശരിയാവുകയില്ല എന്ന് ഉപനിഷത്തുകാരൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ രാജാവിൻ്റെ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. പ്രജകളും സ്ത്രീകളും മൃഗങ്ങളുമാണ് രാജാവിൻ്റെ ഉപഭോഗ വസ്തു എന്ന് പറയുമ്പോൾ സോമരാജൻ എന്ന് പറയാറുണ്ട്. ഇവയെ രാജാവ് തിന്നുന്നു എന്നല്ല അർത്ഥം. ഇവിടെ രാജാവിന് പ്രിയപ്പെട്ട എന്തൊക്കെയാണോ അതായത് പ്രയോജന വസ്തുക്കൾ എന്തൊക്കെയാണോ ഇവയാണ് ഇവിടെ സോമരാജൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉദാഹരണം തന്നിരിക്കുകയാണിത്. രാജാവിൻ്റെ ആ ഒരു തലത്തിൽ സോമരാജൻ എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ്, ഭോഗ്യവസ്തുവിൻ്റെ ഉദാഹരണമാണ്. അത് രാജാവിൻ്റേത് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? പ്രജകളെയും സ്ത്രീകളെയും മൃഗങ്ങളെയും ഒക്കെ തിന്നുന്നു എന്നുള്ളതല്ല അർത്ഥം. രാജാവിന് ഇഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട വസ്തു എന്നാണ് ഇവിടെ പറയുന്നത് എന്നാണ് അവയുടെ അർത്ഥം നമ്മൾ ധരിക്കേണ്ടത്. ഇതുപോലെ സോമരാജൻ അന്നമാണെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന അർത്ഥം മാത്രമേ എടുക്കാവൂ എന്നിവിടെ പ്രത്യേകം പറയുന്നു. പലരും ഇത് കേട്ട് കഴിയുന്നതാണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ഭക്ഷണം കിട്ടും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഹോട്ടലൊന്നും കാണത്തില്ല. അവിടെ കിട്ടുന്നത് ദേവന്മാരുടെ സ്ഥലമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ദേവേന്ദ്രൻ അവിടുത്തെ ആളെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലുള്ള ദേവതകളുടെ സ്ഥലമായതുകൊണ്ട് അവരുടെയും ആഹാര രീതിയിൽ മാറ്റമുണ്ടാകാമെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത് അവരും ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്, ശരീരമുള്ളതായിട്ടും കാണുന്നു. അവർക്ക് ശരീരമില്ല, സൂക്ഷ്മ ശരീരമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കൃത്രിമമായ ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് വ്യക്തമായിട്ട് ഉപനിഷത്ത് പറയുന്നുണ്ട്. കർമ്മങ്ങളുടെ ഫലം സ്വർഗം ഉപഭോഗം ചെയ്ത് ജീവിതം സമാപിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നാം ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം നാം അവിടെ ചെന്നതിന് ശേഷം ഉപഭോഗം ചെയ്ത് നമ്മുടെ സമാപിപ്പിക്കുക ചെയ്യുന്നത്, അവിടെ തീർക്കുക ചെയ്യുന്നു എന്നൊരു തിരിച്ചുവരവുണ്ട്. അതാണ് അവയുടെ അന്നത്വം. ഇതുപോലെ സോമരാജൻ അന്നമാണെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന അർത്ഥം മാത്രമേ എടുക്കാവെന്ന് പറയുന്നു. സോമരാജൻ ആയുഷ് പര്യന്തം തൻ്റെ ഉത്തമ കർമ്മങ്ങളുടെ ഫലം സ്വർഗം ഉപഭോഗം ചെയ്ത് സമാപിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ശരീരം വെടിഞ്ഞ ആത്മാവ് സൂര്യകിരണങ്ങൾ വഴി ആകാശം, വായു എന്നിവയെ മാധ്യമമാക്കി ജലബാഷ്പത്തിൽ ചേർന്ന് പഞ്ച ആഹൂതികളിൽ, നേരത്തെ പറഞ്ഞു ആഹൂതി, ജലത്തിൻ്റെ ആഹൂതികളെ പറ്റി കഴിഞ്ഞതിനകത്ത് ഞാൻ വിസ്തരിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ ആഹൂതികളിൽ പെട്ടാണ് തിരികെ വരവാണിത്. തൻ്റെ സമയം കഴിയും, അവിടെ ചെന്ന് ജീവിച്ച് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ചെയ്ത പുണ്യങ്ങളുടെയൊക്കെ സമയമാകുമ്പം അവിടെ നിന്ന് ചവിട്ടി ഇങ്ങോട്ട് വിടുന്ന ഒരു അവസരം ഉണ്ടാവും. എന്തായാലും റീബർത്ത് ഉണ്ടാവും, വന്നേ മതിയോ. പക്ഷെ ഇവർക്ക് ഒരു ഗുണമുണ്ട്, മനുഷ്യനായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നു എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. അപ്പോൾ പഞ്ച ആഹൂതികളിൽപ്പെട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ബാഷ്പത്തിലും അതുപോലെ തന്നെ വർഷത്തിലും ഒക്കെ ആയിട്ടാണ് തിരിഞ്ഞോട്ട് വരുന്നത്. വർഷം എന്ന് പറഞ്ഞാൽ മഴയാണ്, മഴയിൽപ്പെട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്.